ഇവിടെ ആരൊക്കെയാ ഉള്ളത് ഹർഷ? ഇന്ന് വൈകിട്ട് നിങ്ങളെ കൂടാതെ ഒരമ്മയെ കൂടി കണ്ടിരുന്നു പുറത്ത്. ദേവിക. ഋതിക സംശയത്തോടെ ഹർഷനെ നോക്കി. ഇവിടെ ഒരുപാട് ആളുണ്ടല്ലോ ടീച്ചറെ. കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എല്ലാവരെയും പറഞ്ഞു തരാം. എനിക്കിവിടെ വേറെന്താ ഹർഷ പണി? താൻ പറയ്, ഞാൻ കേട്ടോളാം. ഇവിടുത്തെ കാരണവർ, അതായത് ഞങ്ങളുടെ മുത്തശ്ശൻ വിശ്വനാഥവർമ്മ, ഭാര്യ ഭാഗ്യലക്ഷ്മി, അതായത് ഞങ്ങളുടെ മുത്തശ്ശി. മുത്തശ്ശൻ മരിച്ചിട്ടിപ്പോൾ 20 വർഷത്തോളമായി. മുത്തശ്ശിയാണിപ്പോൾ ഇവിടുത്തെ തറവാട്ടമ്മ. മുത്തശ്ശനും മുത്തശ്ശിക്കും 3 മക്കളാണ്. മൂത്തയാൾ രവീന്ദ്രവർമ്മ, ഭാര്യ ദേവിക. അവർക്ക് ഒരേ ഒരു മകനാണ്, വേദു വസുദേവ്, ഞങ്ങളുടെ വസുവേട്ടൻ. അത് പറയുമ്പോൾ ഹർഷന്റെ കണ്ണുകളിൽ ഒരു തിളക്കം ഉണ്ടായിരുന്നു. അത് ഋതിക നന്നായി തന്നെ ശ്രദ്ധിച്ചു. രണ്ടാമത്തെയാൾ മഹേന്ദ്രവർമ്മ, ഭാര്യ കാവേരി. ഇവർക്ക് 2 മക്കളാണ്. മൂത്തവൾ നീലോൽപല, ഇളയത് ഈ ഞാൻ ഹർഷവർദ്ധൻ. ഹർഷൻ സ്വയം നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഋതികയെ നോക്കി ഇളിച്ചു. ഇനി മൂന്നാമത്തെയാൾ യശോദ, ഭർത്താവ് പ്രതാപചന്ദ്രൻ, ഒരേ ഒരു മകൾ നൈതിക എന്ന നീതു. നീതുവിൻ്റെ ചെറുപ്പത്തിൽ തന്നെ പ്രതാപമാമ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു. യശോദാമ്മയുടെ ജാതകദോഷം മൂലമാണ് പ്രതാപമാമയ്ക്ക് അപകടം പറ്റിയതെന്ന് പറഞ്ഞ് മാമയുടെ വീട്ടുകാർ അമ്മായിയെ ക്രൂശിക്കാൻ തുടങ്ങി. അതോടെ മുത്തശ്ശൻ അമ്മായിനെ നീതുവിനെയും കൂട്ടി ഇങ്ങോട്ടേക്ക് പോന്നു. അതിനുശേഷം അവർ ഇവിടെയാണ് താമസം. നീതു ഇപ്പോൾ ഇവിടെയില്ല, മുത്തശ്ശിയുമായി ചെറിയ ഉടക്കില്ല. അതുകൊണ്ട് ഫ്ലാറ്റിലാണ് താമസം. ഇങ്ങോട്ടേക്ക് വരില്ല. അവള് കുറച്ച് വാശിക്കാരിയാ. ഹർഷൻ പറഞ്ഞു നിർത്തിയപ്പോഴും ഋതിക അവനെ തന്നെ ശ്രദ്ധയോടെ കേട്ടിരിക്കുവാണ്. ടീച്ചറെ, കഴിഞ്ഞു ഇവിടുത്തെ ലിസ്റ്റ്. ഹർഷൻ അവളുടെ ഇരിപ്പ് കണ്ട് അവൾക്ക് മുന്നിൽ വിരൽ ഞൊടിച്ചുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് ഇത്രയും പേരെ ഞാൻ കണ്ടില്ലല്ലോ ഇവിടെ? ഋതിക അത്ഭുതത്തോടെ ചോദിച്ചു. വല്യച്ഛൻ ഒരു ബിസിനസ് ആവശ്യവുമായി ഹൈദരാബാദിൽ പോയിരിക്കുക. പിന്നെ അച്ഛനും അമ്മയും അമ്മയുടെ വീട്ടിൽ പോയി. എൻ്റെ മുത്തശ്ശിക്ക് ചെറിയൊരു വയ്യായിക. പിന്നെ എൻ്റെ ചേച്ചി നീലു, അത് ഞാൻ പറയാൻ മറന്നതാ. അവളുടെ കല്യാണം കഴിഞ്ഞു. ഭർത്താവ് ഗൗതം, ഒരു മോനുണ്ട്, ദക്ഷിൺ ഗൗതം. ഓ, അല്ല ഹർഷ, എന്താ നിന്റെ വസുവേട്ടന് എല്ലാവരോടും ഇത്ര ദേഷ്യം? ഋതികയ്ക്ക് അത് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ടീച്ചറിപ്പോൾ നന്നായി സംസാരിക്കാൻ തുടങ്ങിയല്ലോ. ഹർഷൻ കുറുമ്പോടെ അവളെ നോക്കി. ഋതിക അവനെ നോക്കി ഒരു ചമ്മലോടെ ചിരിച്ചു. ശരി ശരി ടീച്ചർ ചമ്മണ്ട, ഞാൻ പറയാം. അതൊരു വലിയ കഥയാ ടീച്ചറെ. വസുവേട്ടൻ പൊതുവെ ദേഷ്യക്കാരൻ തന്നെയാണ്, എന്നാലും ഇത്രയ്ക്ക് അങ്ങോട്ടില്ലായിരുന്നു. എല്ലാവരോടും സ്നേഹവും ബഹുമാനവും തന്നെയായിരുന്നു ഏട്ടന്. ഈ നാട്ടിലുള്ളവർ മുഴുവൻ ആദരവോടെയും ബഹുമാനത്തോടെയും കാണുന്ന ഒരാളാണ് ഞങ്ങളുടെ മുത്തശ്ശി. എന്തിൻ്റെയും അവസാന വാക്ക് അത് മുത്തശ്ശിയുടേതാണ്. അതുപോലെ തന്നെ അവർ ബഹുമാനിക്കുന്ന മറ്റൊരാളാണ് ഞങ്ങളുടെ വസുവേട്ടൻ, ഈ ദേശക്കാരുടെ കൊച്ചു തമ്പുരാൻ. ഇവിടേക്കുള്ള ഒരാളുടെ കടന്നുവരവോടെ എല്ലാം മാറി മറിഞ്ഞു. എൻ്റെ ഏട്ടൻ്റെ ജീവിതം പോലും തകർന്നു. ഹർഷ, ടീച്ചറെയും കൂട്ടി വാ, മുത്തശ്ശി അത്താഴം കഴിക്കാൻ വിളിക്കുന്നുണ്ട്. പുറകിൽ നിന്നും ദേവികയുടെ ശബ്ദം കേട്ടതും ഹർഷനും ഋതികയും ഞെട്ടിക്കൊണ്ട് അവരെ തിരിഞ്ഞു നോക്കി. ആ, വരുന്നു വല്യമ്മേ. വാ ടീച്ചറെ, ഇനി കഴിച്ചിട്ടാവാം കഥയൊക്കെ. ഹർഷൻ അവരെയും കൂട്ടി അകത്തേക്ക് കയറി. തറവാടിൻ്റെ വാതിൽ കടന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇതുവരെ തോന്നാത്ത ഒരു തരം കുളിർമ തൻ്റെ ശരീരമാകെ പടരുന്നത് ഋതിക അറിഞ്ഞു. കുട്ടി ഇരുന്നോളൂ, മോളെ ഇങ്ങി തന്നേക്ക്. കുഞ്ഞിനുള്ള കുറുക്ക് ജയന്തി ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ കൊടുക്കാം. ഋതികയുടെ കയ്യിൽ നിന്നും ശിവൂട്ടനെ വാങ്ങിക്കൊണ്ട് ദേവിക അടുക്കള ഭാഗത്തേക്ക് നടന്നു. ദേവികയുടെ കയ്യിലിരിക്കുമ്പോഴും ഋതികയെ തിരിഞ്ഞു നോക്കി കുഞ്ഞു ചുണ്ടുകൾ വിതുമ്പി കരയാനുള്ള പുറപ്പാടിലായിരുന്നു ശിവൂട്ടൻ. അതിൻ്റെ തുടക്കമെന്നോണം ചിണുങ്ങുന്നുമുണ്ട്. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ കുഞ്ഞുമായി മുന്നോട്ട് പോവുകയാണ് ദേവിക. കുട്ടി ഇരുന്ന് കഴിച്ചോളൂ. കുഞ്ഞിനെ ദേവിക നോക്കും. അവൾക്ക് കുഞ്ഞുങ്ങളെ നോക്കി വശമുണ്ട്. അവളുമായി ഇണങ്ങിക്കോളും. തറവാട്ടമ്മയുടെ അവസാന വാക്ക് വന്നതോടെ ഋതിക കഴിക്കാനായിരുന്നു. കഴിക്കുമ്പോഴും അവളുടെ കണ്ണുകൾ ഊണുമേശയ്ക്ക് ചുറ്റും പായുന്നുണ്ട്. യശോദ എല്ലാവർക്കും വിളമ്പി കൊടുക്കാനായി നിൽക്കുവാണ്. ഹർഷനും തറവാട്ടമ്മയും ഋതികയും മാത്രമാണ് കഴിക്കാൻ. ചുറ്റിനും നിറഞ്ഞു നിൽക്കുന്ന നിശബ്ദത അവൾക്ക് അരോചകമായി തോന്നി. ആരും പരസ്പരം നോക്കുന്നത് കൂടിയില്ല. ബസു എവിടെ ഹർഷ? പ്രതീക്ഷിക്കാതെയുള്ള തറവാട്ടമ്മയുടെ ചോദ്യമാണ് അവളെ ചിന്തയിൽ നിന്നും ഉണർത്തിയത്. മുറിയിലുണ്ട് മുത്തശ്ശി. വന്നപ്പോൾ മുതൽ അതിനുള്ളിൽ തന്നെയാ. തല ഉയർത്തി അവരെ ഒന്ന് നോക്കി. അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും കഴിക്കാൻ തുടങ്ങി.
ഋതിക ഹർഷനെ സൂക്ഷിച്ചു നോക്കി. തന്നോട് ഇത്രയും നേരം വാ തോരാതെ സംസാരിച്ചു കൊണ്ടിരുന്ന ചെക്കൻ തന്നെയാണോ ഇതെന്ന് അവൾ ഒരു നിമിഷം സംശയിച്ചു പോയി. പിന്നെ അത് കാര്യമാക്കാതെ കഴിക്കുന്നതിൽ ശ്രദ്ധിച്ചു. ഓ, വീട്ടിനുള്ളിൽ കയറ്റിയത് പോരാഞ്ഞിട്ട് ഇപ്പോൾ ഊണ് മേശയിലിരുത്തി ഊട്ടാനും തുടങ്ങിയോ? കോണിപ്പടികൾ ഇറങ്ങി താഴേക്ക് വന്നുകൊണ്ട് തറവാട്ടമ്മയെ നോക്കി വസു ഒരു പുച്ഛത്തോടെ ചോദിച്ചു. ഇവിടെ ഉള്ളവർക്കോ ബോധമില്ല, അഭയം തേടി വന്നവർക്കെങ്കിലും അതുണ്ടാവുമെന്നാ കരുതിയത്. അടുത്തത് ഋതികയ്ക്ക് നേരെയായിരുന്നു. വായിലേക്ക് വയ്ക്കാൻ വന്ന ചോറുരുള അവൻ്റെ ചോദ്യത്തിൽ പാത്രത്തിലേക്ക് തന്നെ തിരിച്ചു വെച്ചുപോയി. കഴിച്ച ഭക്ഷണം മുഴുവൻ എരിഞ്ഞു പോയതുപോലെ തോന്നി. കണ്ണുകൾ ഈറനണിഞ്ഞു. തല ഉയർത്തി നോക്കാൻ പോലും കഴിയാതെ അവൾ അങ്ങനെ തന്നെ ഇരുന്നു പോയി. കൈകൾ പാത്രത്തിൽ മുറുകി. തറവാട്ടമ്മയും ഹർഷനും യശോദയും അവളുടെ അവസ്ഥ കണ്ട് ധർമ്മസങ്കടത്തിലായി. വസു, എന്ത് മര്യാദകേടാ നീ കാട്ടുന്നത്? ഊണ് മേശയ്ക്ക് മുന്നിൽ വെച്ചാണോ ഇതുപോലെയുള്ള സംസാരം? തറവാട്ടമ്മ അവനോട് ചൂടായി. എനിക്ക് ഇത്ര മര്യാദയേ ഉള്ളൂ മുത്തശ്ശി. എൻ്റെ നാവും ഇങ്ങനെ ചലിക്കൂ. ഔട്ട് ഹൗസിൽ താമസിക്കാൻ വന്നവർ അവിടെ നിന്നാൽ മതി, വീട്ടിനുള്ളിൽ കയറണ്ട. അത് പറ്റില്ലെന്നുള്ളവർക്ക് ഇവിടെ നിന്നും ഇറങ്ങാം. വസു കൂസലില്ലാതെ പറഞ്ഞുകൊണ്ട് ഉമ്മറത്തേക്ക് ഇറങ്ങിപ്പോയി. ഋതിക ഇരുന്നിടത്തു നിന്നും പതിയെ എഴുന്നേറ്റു. അവളുടെ കണ്ണുകൾ അപ്പോഴും നിറഞ്ഞിരുന്നു. കുട്ടി ഞങ്ങളോട് ക്ഷമിക്കൂ, അവനിങ്ങനെയാണ്. ആരെയും പെട്ടെന്ന് വിശ്വസിക്കില്ല. കുട്ടിയെപ്പറ്റി കൂടുതലൊന്നും അറിയാത്തത് കൊണ്ടാണ് അവനിങ്ങനെ. മനസ്സിലായി. തറവാട്ടമ്മയെ ബാക്കി പറയാൻ അനുവദിക്കാതെ പെട്ടെന്ന് തന്നെ അവൾ അടുക്കളയിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ഞുമായി തിരികെ വന്നു. ആരെയും നോക്കാതെ പുറത്തേക്ക് ഇറങ്ങി. ഉമ്മറത്തെ സോപാനത്തിൽ വസു ഇരിക്കുന്നത് അവൾ കണ്ടിരുന്നു. എങ്കിലും അത് കണ്ടതായി നടിക്കാതെ വേഗം ഔട്ട് ഹൗസിലേക്ക് നടന്നു. കുഞ്ഞിപ്പെണ്ണിൻ്റെ കണ്ണുകൾ അപ്പോഴും വസുവിലായിരുന്നു. അവളുടെ കൂർപ്പിച്ചുള്ള നോട്ടം കണ്ടതും അവരിൽ തന്നെ കണ്ണുകൾ പതിപ്പിച്ചിരുന്ന വസു പെട്ടെന്ന് നോട്ടം വെട്ടിച്ചു. സോപാനത്തിൻ്റെ തൂണിൽ കൈമുഷ്ടി ചുരുട്ടി ഇടിച്ചുകൊണ്ട് അവൻ മുരണ്ടു. കുഞ്ഞിപ്പെണ്ണിൻ്റെ ചിണുക്കം കേട്ടാണ് ഋതിക കണ്ണുകൾ ചിമ്മി തുറന്നത്. അവൾ ജനൽപ്പാളിയിലൂടെ പുറത്തേക്ക് നോക്കി. നേരം പുലർന്നു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അസ്വസ്ഥതയോടെ കാലും കൈയും അനക്കി തൻ്റെ മാറോട് ചേർന്ന് കിടന്ന് ചിണുങ്ങുന്നുണ്ട് ശിവൂട്ടൻ. ഉറക്കം ശരിയാകാത്തതിൻ്റെ ചിണുക്കമാണ് പെണ്ണിന്. അവൾ അമ്മയുടെ കഴുത്തിടുക്കിൽ മുഖമിട്ട് ഉരസുന്നുണ്ട്. ഋതിക കുഞ്ഞിൻ്റെ കാലിൽ പതിയെ തട്ടിക്കൊടുത്തു. അതിൻ്റെ സുഖം പിടിച്ച് കുഞ്ഞിപ്പെണ്ണ് പിന്നെയും ഉറക്കത്തിലേക്ക് വഴുതി വീണു. കഴുത്തിടുക്കിൽ അമർന്നിരുന്ന കുഞ്ഞിൻ്റെ മുഖം പിടിച്ചു മാറ്റി നേരെ കിടത്തിക്കൊണ്ട് അവൾ പുതപ്പെടുത്ത് കുഞ്ഞിനെ നന്നായി മൂടി. ശേഷം ബെഡിൽ നിന്നും പതിയെ എഴുന്നേറ്റു. അഴിഞ്ഞു കിടന്ന മുടി വാരിക്കെട്ടി. വാഷ്റൂമിലേക്ക് കയറി ഒന്ന് ഫ്രഷായി ഇറങ്ങി. ശേഷം അടുക്കളയിലേക്ക് പോയി. ഒരു ചായയിട്ട് കപ്പിലേക്ക് പകർത്തിക്കൊണ്ട് അതുമായി മുൻവശത്തെ ഡോർ തുറന്ന് മുറ്റത്തേക്കിറങ്ങി. അവിടെ നിന്ന് ചുറ്റുമൊന്ന് വീക്ഷിച്ചു. ചായ മെല്ലെ ഊതി കുടിക്കാൻ തുടങ്ങി. അപ്പോഴാണ് കളരിപ്പുരയിൽ നിന്നും എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നത്. അവളുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് പോയി. ഒപ്പം കാലുകളും. കളരിപ്പുരയുടെ മുന്നിലെത്തി അവൾ ചുറ്റും നോക്കി. അകത്തു നിന്നുമാണ് ശബ്ദം കേൾക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ വാതിലും കടന്ന് കണ്ണുകൾ അകത്തേക്ക് നീണ്ടു. അകത്തെ കാഴ്ചയിൽ ഋതികയുടെ കണ്ണുകൾ മിഴിഞ്ഞു. ഒരു കൈയിൽ വാളും മറുകൈയിൽ പരിചയുമായി മുന്നിൽ നിൽക്കുന്ന ഒരുവനൊപ്പം പയറ്റ് നടത്തുന്ന വസു. ഇതുവരെ കണ്ടതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു വസുവിൻ്റെ ഇപ്പോഴത്തെ രൂപം. മുഖത്തെപ്പോഴും ഉള്ളതുപോലെ ഗൗരവം തന്നെയാണ്. ഒപ്പം മുന്നിൽ നിൽക്കുന്നവനെ പയറ്റി തോൽപ്പിക്കാനുള്ള വാശിയും. അവൻ്റെ ചെന്നിയിലൂടെ ഒഴുകിയിറങ്ങുന്ന വിയർപ്പു തുള്ളികൾ കഴുത്തിലൂടെ ഒഴുകി ദൃഢമായ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന പൂണൂലിനെ നനച്ചുകൊണ്ട് അപ്രത്യക്ഷമാകുന്നു. അവൻ്റെ ചലനങ്ങൾക്കനുസരിച്ച് കഴുത്തിൽ കിടക്കുന്ന രുദ്രാക്ഷത്തിൻ്റെ സ്വർണ്ണ ചെയിൻ ആടി ഉലയുന്നുണ്ട്. വെള്ള മുണ്ടിൻ്റെ കച്ചയും അതിനോട് ചേർന്ന് അരയിൽ ചുറ്റി മുറുക്കിയിരിക്കുന്ന ചുവന്ന പട്ടും അവൻ്റെ രൂപത്തെ തന്നെ വ്യത്യസ്തമാക്കുന്നു. അസാധ്യ മെയ്വഴക്കത്തോടെ അവൻ മുന്നോട്ട് വയ്ക്കുന്ന ഓരോ ചുവടുകളും ഋതികയുടെ കണ്ണുകൾ ആകാംക്ഷയോടെ ഒപ്പിയെടുത്തു. എതിരാളിയോട് പയറ്റ് ജയിച്ച് ഒരു വിജയചിരിയോടെ വസു നേരെ നോക്കിയത് വാതിൽക്കൽ അവനിൽ തന്നെ കണ്ണുകൾ പതിപ്പിച്ച് നിൽക്കുന്ന ഋതികയാണ്. വിജയത്തിൽ തിളങ്ങിയ അവൻ്റെ കണ്ണുകളിൽ നിമിഷ നേരങ്ങൾ കൊണ്ട് കോപം ഇരച്ചു കയറി. എടി, ഒരലർച്ചയായിരുന്നു. അവൻ്റെ അലർച്ചയിൽ ഞെട്ടി ഉണർന്നുകൊണ്ടവൾ വേഗം തിരിഞ്ഞോടാൻ പോയതും കട്ടളപ്പടിയിൽ നിന്നും കാൽ വഴുതി മുന്നിലേക്ക് മറിഞ്ഞു.
ഒപ്പം കയ്യിലുണ്ടായിരുന്ന ചായക്കപ്പ് താഴേക്ക് വീണുടഞ്ഞു. ബാലൻസ് കിട്ടാതെ മുന്നിലേക്ക് വീഴാൻ പോയ ഋതിക കണ്ണുകൾ മുറുകെ അടച്ചു പിടിച്ചു. കാവിലേതുപോലെ വസു വന്ന് പിടിക്കും എന്ന് ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ അത് പാടെ തെറ്റിച്ചുകൊണ്ട് അവൻ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങൾ നിലത്തേക്ക് വെച്ചു. 2 കൈകളും മാറിൽ പിണച്ചു കെട്ടി അവളിൽ തന്നെ കണ്ണുകൾ പതിപ്പിച്ചു നിന്നു. അമ്മേ! ഒരു നിലവിളിയോടെ അവൾ നിലത്തേക്ക് വീണു. നിലത്ത് വീണ് കിടക്കുന്ന ഋതികയെ കണ്ട് വസു ഊറിച്ചിരിച്ചു. വീഴ്ചയിൽ കൈമുട്ട് നിലത്ത് തട്ടി. അവിടം ഉരഞ്ഞു പൊട്ടി. അതിൽ നിന്നും ചോര പൊടിഞ്ഞു. അവൾ നിലത്തു നിന്നും പതിയെ നിവർന്നിരുന്നു കൊണ്ട് കയ്യിലെ മുറിവിൽ പറ്റിപ്പിടിച്ച ചോരത്തുള്ളികൾ മറുകൈകൊണ്ട് തുടച്ചു നീക്കി. ആ മുറിവിൽ നിന്നും വേദന കൊണ്ട് ഒരു തരിപ്പ് അനുഭവപ്പെട്ടതും അവൾ അറിയാതെ വിളിച്ചുപോയി. വസു ഇതെല്ലാം കണ്ടു നിൽക്കുവാണ്. അവൻ കണ്ണുകൾ വെട്ടിച്ച് ഇടതുവശത്തേക്ക് നോക്കിയപ്പോൾ കണ്ടു അവനൊപ്പം പയറ്റ് നടത്തിയ പയ്യൻ വല്ലാത്തൊരു ഭാവത്തിൽ ഋതികയെ നോക്കി നിൽക്കുന്നത്. അവൻ്റെ കണ്ണുകളെ പിന്തുടർന്ന വസു ഒരു നിമിഷം ഒന്ന് പതറി. മാറും കടന്ന് അണിവയറും പൊക്കിൾ ചുഴിയും കാണും വിധം തെന്നി മാറിക്കിടക്കുവാണ് ഋതികയുടെ സാരി. അവിടേക്ക് തന്നെയാണ് ആ പയ്യൻ്റെ നോട്ടവും. അവൾ ഇതൊന്നും അറിയാതെ കയ്യിലെ മുറിവിൽ പൊടിഞ്ഞ ചോരത്തുള്ളികൾ തുടച്ചു നീക്കുകയാണ്. വസുവിൻ്റെ കണ്ണുകൾ ദേഷ്യത്താൽ ചുവന്നു. എടി! അലറിക്കൊണ്ട് അവൻ അവൾക്ക് അരികിലേക്ക് ചെന്ന് അവളെ നിലത്തു നിന്നും പിടിച്ചെഴുന്നേൽപ്പിച്ചു. അവൻ്റെ പിടിയിൽ കൈ ഇളകി പോകും പോലെ തോന്നിപ്പോയി ഋതികയ്ക്ക്. അവളുടെ കൂടെ നിൽക്കുമ്പോഴും വസുവിൻ്റെ കണ്ണുകൾ അവളെ ഉഴിഞ്ഞെടുക്കുന്നവനിലായിരുന്നു. അരുൺ! വസുവിൻ്റെ ശബ്ദത്തിൽ ഞെട്ടിക്കൊണ്ടവൻ ഋതികയിൽ നിന്നും കണ്ണുകൾ പിൻവലിച്ച് വസുവിൻ്റെ മുഖത്തേക്ക് നോക്കി. നിന്റെ ഇന്നത്തെ പരിശീലനം കഴിഞ്ഞില്ലേ? ഇനി പോകാൻ നോക്ക്. കടുപ്പമേറിയ വസുവിൻ്റെ സ്വരം. ഭയന്നുകൊണ്ട് അവൻ ആയുധം വെച്ച് വണങ്ങി കളരിപ്പുരയിൽ നിന്നും പുറത്തേക്ക് പോയി. പോകുമ്പോൾ ഋതികയെ ഒന്ന് പാളി നോക്കാനും മറന്നില്ല. നിനക്കെന്താ ഇവിടെ കാര്യം? വസുവിൻ്റെ ശബ്ദം ഉയർന്നതും അരുണിനെ നോക്കി നിന്ന ഋതിക ഒന്ന് പതറി. അത് ഞാൻ വെറുതെ ഇതൊക്കെ കണ്ടപ്പോൾ പേടിച്ച് ഒന്നും പറയാൻ പോലും കഴിയുന്നില്ല അവൾക്ക്. അങ്ങനെ വെറുതെ വന്ന് എത്തി നോക്കാനുള്ള സ്ഥലമല്ല കളരിപ്പുര. മേലിൽ ഇതാവർത്തിക്കരുത്, മനസ്സിലായോ? വസുവിൻ്റെ കടിച്ച് കീറും പോലുള്ള സംസാരം കേട്ട് ഋതിക വിറങ്ങലിച്ച് നിന്നുപോയി. മനസ്സിലായോടി? അവൻ്റെ അലർച്ചയിൽ അവൾ അറിയാതെ മൂളിപ്പോയി. ഇറങ്ങിപ്പോടി! അവളുടെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് തള്ളിക്കൊണ്ട് അവൻ ഉച്ചത്തിൽ പറഞ്ഞു. എന്തൊരു സാധന ഇത്! ഇയാൾക്ക് മനുഷ്യരെ പോലെ സംസാരിക്കാൻ അറിയില്ലേ? അവനെ മനസ്സിൽ നന്നായി സ്മരിച്ച് ഋതിക പുറത്തേക്കിറങ്ങി. ഒന്ന് നിന്നേ! പുറകിൽ നിന്നും വസുവിൻ്റെ വിളി വന്നതും അവളുടെ കാലുകൾ നിശ്ചലമായി.